ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോറിൽക്കൊക്കെ കൂട്ടാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വഴുതനങ്ങ ഫ്രൈ തന്നെയാണിത്. അപ്പോൾ ഇത് ഇതെങ്ങനെ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഏത് വഴുതനങ്ങയും എടുക്കാവുന്നതാണ്. നീളത്തിലുള്ള വഴുതനങ്ങയും ഉരുണ്ട വഴുതനങ്ങയൊക്കെ എടുക്കാവുന്നതാണ്. ഈ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇനി വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ വഴുതനങ്ങ ഈ ഒരു പാകത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ലോണം കുറച്ച് കട്ട് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഒരു കട്ടിയിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മക്കൾക്കൊന്നും എരിവ് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലേശം സുർക്കയാണ്. നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്താലും മതിയാകും. വെള്ളം നല്ല തിക്കായിട്ട് തന്നെ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ ഈ വഴുതനങ്ങ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതാ ഞാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ അത് ഓയിലിലാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യണ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതാ ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗം വെന്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു വഴുതനങ്ങ ഫ്രൈ തന്നെയാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വഴുതനങ്ങ ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈനെക്കാട്ടിലൊക്കെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ വഴുതനങ്ങ ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്